Yes, students, now we are going to discuss uh, the remaining portions. We discussed possible capacity. It is the capacity, the maximum number of vehicles that pass a given point on a line or on a road during 1 hour. ഒരു അവറിൽ ഒരു പോയിന്റിലൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ ഇതാണ് 1 അവർ അണ്ടർ ദി പ്രിവെയിലിംഗ് കണ്ടീഷൻ. നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ നല്ല വെഹിക്കിൾസ് ഉള്ള നല്ല പീക്ക് അവറിൽ അതിലൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ maximum number of vehicles that ആണ് capacity. Maximum number of vehicles, possible capacity. Maximum number of vehicles that pass a given point on a line or roadway. ഒരു റോഡിലൂടെ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരു അവറിൽ പോകുന്ന ഇതാണ് ഇതിൻ്റെ പോസിബിൾ കപ്പാസിറ്റി. പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഓർ ഡിസൈൻഡ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഒരു ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി പ്രാക്ടിക്കൽ കപ്പാസിറ്റി വിച്ച് ഈസ് ഓഫ് പ്രൈമറി ഇൻട്രസ്റ്റ് ടു ദി ഡിസൈനേഴ്സ്. ഇൻ ദിസ് കപ്പാസിറ്റി മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് taken so that they cannot cause unreasonable delay hazards. പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റോഡ് ഡിസൈൻ ചെയ്യുന്ന വിച്ച് ഈസ് പ്രൈമറി ഇൻട്രസ്റ്റ് ദി ഡിസൈനേഴ്സാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കപ്പാസിറ്റി മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ടേക്കൺ സോ ദാറ്റ് ദേ കനോട്ട് കോസ് അൺറീസണബിൾ ഡിലേ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് എത്രയാണ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത് അതാണ് ഇത്. അതുകൊണ്ട് ഡിലേ വരുന്നില്ല. അതാണ് ഡിസൈൻ കപ്പാസിറ്റി, പ്രാക്ടിക്കൽ കപ്പാസിറ്റി. പ്രാക്ടിക്കലായിട്ട് ആ റോഡിലൂടെ എത്ര പോകുന്നെങ്കിൽ ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്, അതാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ഏഴാമത്തെ സ്റ്റഡിയാണ് പാർക്കിംഗ് സ്റ്റഡി. ഇൻ ദീസ് സ്റ്റഡീസ് ദ വേരിയസ് ആസ്പെക്ട് ദാറ്റ് ആർ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ആർ വേരിയസ് ആസ്പെക്ട് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊന്ന് പാർക്കിംഗ് ഡിമാൻഡാണ്, സെക്കൻഡ് വൺ പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, തേർഡ് വൺ പാർക്കിംഗ് സ്പേസ് ഇൻവെൻട്രി ആണ് അല്ലേ. ഫസ്റ്റ് വൺ പാർക്കിംഗ് ഡിമാൻഡ്. ദിസ് ഡിമാൻഡ് മേ ബി ഇവാലുവേറ്റഡ് ബൈ റെക്കോർഡിംഗ് accumulation of vehicles during peak hours and peak hour, subtracting the outgoing traffic from the traffic volume അല്ലേ. ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന പാർക്കിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിമാൻഡ് മേ ബി ഇവാലുവേറ്റഡ് ബൈ റെക്കോർഡിംഗ് അക്യുമുലേഷൻ ഓഫ് വെഹിക്കിൾസ് ഡ്യൂറിങ് പീക്ക് അവേഴ്സ്. എത്രയാണ് പീക്ക് അവറിലുള്ള വെഹിക്കിൾസ്, സബ്സ്ട്രാക്റ്റിംഗ് ദ ഔട്ട് ഗോയിങ് ട്രാഫിക് ഫ്രം ദി ട്രാഫിക് വോളിയം. അത് ട്രാഫിക് വോളിയത്തിൽ നിന്നുള്ള ഔട്ട് ഗോയിങ്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് പാർക്കിംഗ് ഡിമാൻഡ്. പീക്ക് അവറിലുള്ള വോളിയം ഇതാക്കുക, എന്നിട്ട് അത് മാക്സിമം അത് നമ്പർ അതിൽ ഔട്ട് ഗോയിങ്സ് മൈനസ് ചെയ്യുക, ബാക്കിയുള്ള പാർക്ക് ചെയ്താണെന്നാണ് പാർക്കിംഗ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദിസ് ജനറൽ പ്രോബ്ലംസ് ഇൻ പാർക്കിംഗ് സ്റ്റഡി ഓഫ് ദി പാർക്കിംഗ് പാറ്റേൺ ആർ ടു ബി കൺസിഡർഡ് അല്ലേ. ഇതിനകത്ത് പാർക്കിംഗ് പാറ്റേണും അതും പാർക്കിംഗ് പാറ്റേൺ സ്റ്റഡി ഓഫ് ദി പാർക്കിംഗ് പാറ്റേൺ ആർ ടു ബി കൺസിഡർഡ്. പാർക്കിംഗ് പാറ്റേൺ കൺസിഡർഡ്. ഈ പാർക്കിംഗ് സ്പേസ് ഇൻവെൻട്രി. ദ ഏരിയ ഫോർ പാർക്കിംഗ് ഈസ് ടു ബി സർവേഡ് ആൻഡ് എ മാപ്പ് ഈസ് പ്രിപ്പയർഡ് ഷോയിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്കിംഗ്. Area for parking is to be surveyed and map is prepared. പാർക്കിംഗ് സ്പേസ് ഇൻവെൻട്രി എന്നത് പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏരിയ പാർക്കിംഗ് ഈസ് ടു ബി സർവേ
ആൻഡ് മാപ്പ് ഈസ് പ്രിപ്പയർഡ്. ഒരു പാർക്ക് ചെയ്യാനുള്ള മാപ്പും സർവേ നടത്തി. ഓൾ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്കിങ്സ്. ഇത് വർക്കിങ്സ് എന്നല്ല, പാർക്കിങ്സ് എന്നാണ്. പാർക്കിങ്സ് ഓൾ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്കിങ്സ്. അങ്ങനെ മാപ്പ് ഉണ്ടാക്കി, സർവേ നടത്തി മാപ്പ് ഉണ്ടാക്കി, ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ അതിനാണ് പാർക്കിംഗ് സ്പേസ് ഇൻവെൻട്രി. എവിടെയൊക്കെ സ്പേസ്, പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എവിടെയൊക്കെ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ്. ഒരു മാപ്പ് ഉണ്ടാക്കി, സർവേ നടത്തി മാപ്പ് ഉണ്ടാക്കി അതിൽ പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്. ഇനി അടുത്ത് വരുന്ന ആക്സിഡൻറ്റ് സ്റ്റഡീസാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് സ്റ്റഡീസ് റിഗാർഡിംഗ് വോളിയൂം ഓഫ് ട്രാഫിക് ആർ ടു ബി അസർട്ടൈൻഡ് കൺസിഡറിംഗ് ടൈപ്സ് ഓഫ് ആക്സിഡൻറ്റ് ഒക്കേർഡ്. അല്ലേ, ഡിഫറെൻറ്റ് സ്റ്റഡി നമ്മൾ പറഞ്ഞു. റിഗാർഡിംഗ് വോളിയൂം ഓഫ് ട്രാഫിക് ആർ ടു ബി അസർട്ടൈൻഡ് കൺസിഡറിംഗ് ടൈപ്സ് ഓഫ് ആക്സിഡൻറ്റ് ഒക്കേർഡ്. എന്നിട്ട് അവിടെ ടൈപ്സ് ഓഫ് ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ മെയിൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ, ലോഡിംഗ് ഡീറ്റെയിൽസ് ആൻഡ് ദെയർ രജിസ്ട്രേഷൻ നമ്പർ. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതിൽ എന്തൊക്കെ ലോഡ് അതിനകത്ത് ഉണ്ടായിരുന്ന ടൈപ്സ് ഓഫ് വെഹിക്കിളാണ് ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. റിഗാർഡിംഗ് കോസ്റ്റ് ഓഫ് ആക്സിഡൻസ്, ഡെപ്ത് ഓഫ് ആക്സിഡൻറ്റ്, എത്ര ഇത് നഷ്ടം സംഭവിച്ചു, പരിക്ക്, ഡെത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ സ്റ്റഡി ചെയ്യുന്നത്. ജനറൽ ഡാറ്റ റിഗാർഡിംഗ് ദി സീസൺ, ടൈം, ഡേറ്റ് ആൻഡ് പേഴ്സൺസ് ഇൻവോൾവ്ഡ്. അല്ലേ, ചില സീസണിൽ നല്ല ട്രാഫിക് ഉണ്ടാകുമ്പോൾ അതിനകത്ത് നല്ല ഇതുണ്ടാകും. പിന്നെ റെയിനിയൊക്കെ ആകുമ്പോൾ ട്രാഫിക് കൂടും. പിന്നെ രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ ഉള്ള ഇതുണ്ടാകും. അപ്പോൾ ഈ ടൈമും ഡേറ്റും ഒക്കെ ഇതിൽ സ്റ്റഡി ചെയ്യുമ്പോൾ. റിഗാർഡിംഗ് ലൊക്കേഷൻ ഓഫ് ആക്സിഡൻറ്റ്സ്, ചില സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഈ കർവ്സ്, വട്ടപ്പാറ വളവ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കർവ്സിലൊക്കെ വലിയ വലിയ ആക്സിഡൻറ്റ്സ് ഉണ്ടാകും, ടാങ്കർ മറിയുക അങ്ങനെയുള്ള. റിഗാർഡിംഗ് ലൊക്കേഷൻ ഓഫ് അപ്പോൾ അത് സ്റ്റഡി ചെയ്യുക നമ്മളത്. ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് അത് സ്റ്റഡി ചെയ്യുന്നത്. റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് ആക്സിഡൻറ്റ്, ആക്സിഡൻറ്റിൻ്റെ നേച്ചർ, ഓവർ സ്പീഡ് അങ്ങനെയുള്ള, പിന്നെ എന്തെങ്കിലും റാഷ് ഡ്രൈവിങ് അങ്ങനത്തെയൊക്കെ ഇടാം. ഡാമേജസ്, കാഷ്വാലിറ്റീസ്, അല്ലേ, കാഷ്വാലിറ്റീസ്, ഒബ്ജക്റ്റ് ഇൻവോൾവ്ഡ്, എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇൻവോൾവ് ചെയ്തോണോ, കാഷ്വാലിറ്റീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പേര് ആക്സിഡൻറ്റ് സ്റ്റഡി എന്നാണ്. റിഗാർഡിംഗ് റോഡ് ആൻഡ് ട്രാഫിക് കണ്ടീഷൻ അറ്റ് ദി സൈറ്റ് ഓഫ് ആക്സിഡൻറ്റ്, റോഡിൻ്റെ കണ്ടീഷൻ ഇത് സ്റ്റഡി ചെയ്യും. റിഗാർഡിംഗ് നേച്ചർ ഓഫ് ആക്സിഡൻറ്റ്, ഡാമേജ്, കാഷ്വാലിറ്റി, ഒബ്ജക്ട്സ് ഇൻവോൾവ്ഡ് അത് സ്റ്റഡി ചെയ്യും. റിഗാർഡിംഗ് ലൊക്കേഷൻ ഓഫ് ആക്സിഡൻറ്റ്, ചില സ്ഥലത്ത് എന്നും ആക്സിഡൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പീരിയോഡിക്കലി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. ജനറൽ ഡാറ്റ റിഗാർഡിംഗ് ദി സീസൺ, ടൈം, ചില സീസണിൽ മഴക്കാലത്തൊക്കെ നല്ല ആക്സിഡൻറ്റ്, ടൈം, ഡേറ്റ് നൈറ്റിലൊക്കെ ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോയിട്ട് അങ്ങനെയുള്ള. അടുത്തത് വരുന്നത് റെഗുലേഷൻ ഓഫ് ട്രാഫിക് ആണ്. Regulation of traffic can be done especially in urban areas. നഗര ഇതിലാണ് റെഗുലേഷൻ ഓഫ് ട്രാഫിക് ഉണ്ട്. ബൈ ലേയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ, ജംഗ്ഷൻ ഉണ്ടാവും, ഇൻ്റർസെക്ഷൻ ഉണ്ടാവും, ട്രാഫിക് ഐലൻഡ് ഉണ്ടാവും, അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാം ഫ്ലൈ ഓവർ ആൻഡ് ക്ലോവർ ലീഫ് ജംഗ്ഷൻ. വലിയ വലിയ സിറ്റീസിൽ, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ക്ലോവർ ലീഫ് അങ്ങനെ തിരിഞ്ഞ് മുകളിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ റോഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റോഡ് വിൽ ക്രോസ്, അല്ലേ, other or join with one another. Road junctions are places where two or more road meet or cross each other at different angles. പല ആംഗിളിൽ നിന്ന് വന്ന് ഒരു 2-3 റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീനിങ് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓർ ജംഗ്ഷൻ, മെർജിങ്, ഡൈവേഴ്സിങ്, ക്രോസിങ്, അങ്ങനത്തെ 3 ഇതാണ് വരുന്നത്. there are many different types of road junctions having their own advantages and disadvantages. പലതരം ജംഗ്ഷൻസും ക്രോസിങ്സും ഇൻ്റർസെക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതാണ് പറഞ്ഞത്. ദ ഫോളോയിങ് ആർ ദി സം ടൈപ്സ് ഓഫ് റോഡ് ഇൻ്റർസെക്ഷൻ. സ്ക്വയർ ജംഗ്ഷൻ ഉണ്ട്, അക്യൂട്ട് ജംഗ്ഷൻ ഉണ്ട്, ടി ജംഗ്ഷൻ ഉണ്ട്, വൈ ജംഗ്ഷൻ ഉണ്ട്, സ്റ്റാഗേർഡ് ജംഗ്ഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ജംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ സ്ക്വയർ ജംഗ്ഷൻ ആണ്. വെൻ 2 roads meet
or cross each other at right angles which are having equal width. നല്ല എല്ലെണ്ണം ഒരേപോലെ വിടുത്തുള്ളത് അതാണ് സ്ക്വയർ ജംഗ്ഷൻ. ഒരേപോലെ റോഡ് മീറ്റ് ചെയ്യുന്ന 4 റോഡൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് സ്ക്വയർ ജംഗ്ഷൻ. അതായത് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ ജംഗ്ഷൻ, ഇതാണ് സ്ക്വയർ ജംഗ്ഷൻ, ഇതാണ് സ്ക്വയർ ജംഗ്ഷൻ. ഇത് അക്യൂട്ട് ക്രോസിംഗ് ആണ്. വി വിൽ ഡിസ്കസ് നൗ. അക്യൂട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ജംഗ്ഷൻ വേർ 2 മെയിൻ റോഡ്സ് മീറ്റ് ഓർ ക്രോസ് ഈച്ച് അതർ ആൻ ആംഗിൾ അതർ ദാൻ റൈറ്റ് ആംഗിൾ. ഇത് സ്ക്വയറിൽ ഇത് റൈറ്റ് ആംഗിൾഡ് ആണ്, ഇത് റൈറ്റ് ആംഗിൾ അല്ല എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അക്യൂട്ട് ജംഗ്ഷനിൽ. അക്യൂട്ട് ജംഗ്ഷൻ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഇതുണ്ടാവും, 3 റോഡ്സ് വന്ന് 4 ഉണ്ടാവില്ല. ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 റോഡ്സ് ഒരേ വീതിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് ടി ജംഗ്ഷൻസ്. Y junctions. These are the junctions when 2 roads meet, do not cross at angle other than a right angle. These are the junctions when 2 roads meet but do not cross at angle other than a right angle. Y junction is formed. രണ്ട് റോഡ് മീറ്റ് ചെയ്യും, പക്ഷേ ഇത് രണ്ടും ക്രോസ് ചെയ്യില്ല. 2 റോഡ് വന്ന് മീറ്റ് ചെയ്യും, പക്ഷേ ഇത് രണ്ടും ക്രോസ് ചെയ്യില്ല. അങ്ങനെയുള്ള ജംഗ്ഷനാണ് വൈ ജംഗ്ഷൻ. സ്റ്റാഗേർഡ് ജംഗ്ഷൻ, ഇത് നമ്മൾ എക്സാമിന് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജംഗ്ഷൻസ് ഒക്കെ. പിന്നെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. ഫിഗർ വരച്ച് പഠിക്കുക. ഈ സ്റ്റാഗേർഡ് ജംഗ്ഷൻ. സ്റ്റാഗേർഡ് ജംഗ്ഷനകത്ത് when 2 roads meet another road on either sides at right angles, it is called as staggered junction. Staggered junction എന്ന് പറഞ്ഞാൽ when 2 roads meet മീറ്റ് ചെയ്യാണ് അല്ലേ, രണ്ട് റോഡ്സ് മീറ്റ് ചെയ്യാണ്, ഇതും മീറ്റ് ചെയ്യാണ്. പക്ഷേ 2 roads meet another road on either sides, രണ്ട് റോഡിന് 2 സൈഡിൽ നിന്നാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഈ സൈഡിൽ നിന്നാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അറ്റ് റൈറ്റ് ആംഗിൾസ് 90 ഡിഗ്രിയാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ആസ് സ്റ്റാഗേർഡ് ജംഗ്ഷൻ. പക്ഷേ ഇത് നേരെ അല്ല. ഒന്ന് ഇവിടുന്ന് വന്ന് ഇവിടെ പോയി, ഇവിടുന്ന് വന്ന് അപ്പുറം പോയി, ഇവിടെ നിന്ന് ഇവിടെ വരുന്നത്, നേരെ വരുന്നില്ല. അതാണ് സ്റ്റാഗേർഡ് ജംഗ്ഷൻ. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ജംഗ്ഷൻ. when 2 or more than 2 roads meet junction is known as multiple junction. കുറേ റോഡ്സ് വന്ന് 2-ലധികം റോഡ്സ് വന്ന് മീറ്റ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ജംഗ്ഷൻ അല്ലേ, മൾട്ടിപ്പിൾ ജംഗ്ഷൻ. അടുത്ത് വരുന്നത് ട്രാഫിക് ഐലൻഡ്. അത് വേറൊരു ക്ലാസിഫിക്കേഷൻ, ട്രാഫിക് ഐലൻഡ്. ദീസ് ആർ ആൾസോ കാൾഡ് റോട്ടറീസ് ഓർ റൗണ്ട് അബൌട്ട്സ്. Roads meet another traffic. These are also called rotaries or roundabouts. Rotaries, these are provided, or roundabouts, these are provided when 2 or more roads of equal importance and to avoid at right angles. Right angle അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, റൈറ്റ് ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, റൈറ്റ് ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആണ് ട്രാഫിക് ഐലൻഡ് അല്ലേ. ദീസ് ആർ ആൾസോ കാൾഡ് റോട്ടറീസ്. ദീസ് ആർ പ്രൊവൈഡഡ് വെൻ 2 or more roads of equal importance and to avoid റൈറ്റ് ആംഗിൾ അല്ല വരിക അല്ലേ, റൈറ്റ് ആംഗിളിൽ വരില്ല. അതാണ് ഇതിൻ്റെ പോയിന്റ്. സർക്കുലർ ഐലൻഡ്, ഫസ്റ്റ് വരുന്നത് സർക്കുലർ ഐലൻഡ് ആണ്. ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഐലൻഡ് ആണ്. സ്യൂട്ടബിൾ
ബെസ്റ്റ് ടൈപ്പ് ഐലൻഡ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. വേർ ടു റോഡ്സ് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വിഡ്ത്ത് ഇൻ്റർസെക്ഷൻ. ടു റോഡ്സ് ഈക്വൽ വിഡ്ത്തും ഇമ്പോർട്ടൻറ്റും ഉള്ളത് വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഫിഗർ ആണ് ഈ വരുന്നത്. ഇതാണ് എലിപ്റ്റിക്കൽ ഐലൻഡ്, സർക്കുലർ ഐലൻഡ്. എല്ലെണ്ണം റോഡ് ഒരേ വീതിക്കുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഇത് റൗണ്ടായി 90 ഡിഗ്രി അല്ലാത്തതുകൊണ്ട് റൗണ്ടായി വരുന്നതുകൊണ്ട് അതിന് അധികം ബ്ലോക്ക് വരില്ല. പെട്ടെന്ന് ബ്ലോക്ക് ഇല്ലാണ്ട് കടന്നു പോകും. ഇനി വരുന്നത് ഫസ്റ്റ് എലിപ്റ്റിക്കൽ ഐലൻഡ്. അടുത്ത എലിപ്റ്റിക്കൽ ഐലൻഡാണ്. ദിസ് ഈസ് ടൈപ്പ് യൂസ്ഡ് വേർ ടു ട്രാഫിക് ഓഫ് വൺ റോഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓൺ ദി അതർ. അല്ലേ, ഒരു റോഡിലെ ട്രാഫിക് മറ്റു റോഡിലേക്കാളും കൂടുതലാകുമ്പോൾ അവിടെ ജംഗ്ഷൻ വരിക, ജംഗ്ഷനിൽ ഉണ്ടാക്കുന്നതാണ് ഇത്. ദിസ് ഈസ് യൂസ്ഡ് വേർ ട്രാഫിക് ഓഫ് വൺ റോഡ്. ഒരു റോഡിലെ അടുത്ത ജോയിൻ ചെയ്യുന്ന റോഡിനെക്കാട്ടിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ എലിപ്റ്റിക്കൽ ഐലൻഡ്. ട്രാഫിക് ഐലൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി അടുത്തത് റോംബസ് ആണ്. റോംബസ് ഐലൻഡ് ദിസ് ഇസ് സിമിലർ ടു എലിപ്റ്റിക്കൽ ഐലൻഡ്. അല്ലേ, ഒരു റോഡിലെ ട്രാഫിക് ഗ്രേറ്റർ ഫ്ലോ ഉള്ള ട്രാഫിക്കാണിത്, ഒന്ന് ലോവർ ഫ്ലോ ഉള്ള ട്രാഫിക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഇല്ലാണ്ടൊക്കെ അങ്ങനെ ഇത് കൊടുക്കും. അല്ല, ഇത് ഗ്രേറ്റർ ഫ്ലോ ഉള്ള ട്രാഫിക്കാണ്. അത് മറ്റേത് ഈ ചെറുത് ലോവർ ഫ്ലോ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടി ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോകും. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് റോംബസ്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ടർബൈൻ ഐലൻഡ്. നെക്സ്റ്റ് ടർബൈൻ ഐലൻഡാണ്. ടർബൈൻ ഐലൻഡിൽ ട്രാഫിക് ഈസ് forced to slow down while entering the rotary as it has to take a left hand right turn during leaving it as a tangential exit. ഇത് പറയുന്നത് ഇതിൽ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. In this type of island, the traffic is forced to slow down while entering the rotary. അല്ലേ, ഇത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചാണ്. as it has to take a left hand turn, ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകാനും വേണ്ടി ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കഞ്ചഷൻ ഒഴിവാക്കാനും വേണ്ടി ഇങ്ങനെ വന്നിട്ട് ആരോൻ്റെ ഡയറക്ഷൻ നോക്കുക, അതിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ആ ഡയറക്ഷനിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ it has to take a ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ ടേൺ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത്. അല്ലെങ്കിൽ പിന്നെ ചുറ്റി വരണം. അതാണ് ടർബൈൻ ഐലൻഡ്. ടാൻജൻഷ്യൽ ഐലൻഡ്. this type of island more than 2 roads enter a rotary and leave it tangentially. അല്ലേ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ, ഫിഗർ കണ്ടോ, മോർ ദാൻ 2 road enter a rotary and leave it tangentially. റോട്ടറി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ടാൻജൻഷ്യലി ആയിട്ട് ലീവ് ചെയ്യണ ഇതാണ് ഈ ജംഗ്ഷൻ. നെക്സ്റ്റ് അടുത്തത് നമ്മൾ ട്രാഫിക് സയൻസ് ആണ്. അത് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. അതും എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഗ്രേഡ് സെപ്പറേഷൻ ആണ്. വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, താങ്ക് യു.